ചൊറിയാതെ വയ്യ. എന്തായിരുന്നാലും നോമ്പിനെ ചൊറിയാൻ അധികം ആർക്കും ധൈര്യം ഉണ്ടാകത്തില്ല. എന്തായിരുന്നാലും ആ ആൾക്കാര് ചൊറിയാൻ ഭയക്കുന്ന മടിക്കുന്ന വിഷയങ്ങളിലേക്ക് നമുക്ക് ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് വീണ്ടും ഹൃദ്യമായി പ്രേക്ഷകർക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയില് ഇന്നേറെ പ്രചരിച്ച ഒരു വാർത്ത, ഒരു മാസം കഴിഞ്ഞ് കാണാം. എന്താണ് ഒരു മാസത്തേക്ക് മാത്രം സോഷ്യൽ മീഡിയയിൽ? അപ്പോഴാണ് ബൈജു ഈ പറഞ്ഞത് എനിക്ക് ഓർമ്മയായത്. അതായത് ഈ തത്വം ഞാൻ തന്നെയാണ് പറഞ്ഞു പിടിപ്പിച്ചത്. 11 മാസം കുപ്പിയുമായി നടക്കുന്ന ആൾക്കാർ അത് വലിച്ചെറിഞ്ഞ് ഒരു മാസം തൊപ്പിയുമായി നടക്കുന്ന ഒരു ഭക്ഷണ ഉത്സവത്തിന് പറയുന്ന പേരാണ് നമ്മുടെ നാട്ടിൽ നോമ്പ്. ഈ നോമ്പ് കാലത്ത് നമ്മുടെ ലൈവുകളിലൊക്കെ ആൾക്കാർ വന്നിട്ട് പറയും, നോമ്പായി പോയി, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു, എന്റെ നാക്കൊക്കെ ചോദി വരുന്നുണ്ട്, നോമ്പൊന്ന് കഴിയട്ടെ എന്നൊക്കെ പറയുന്ന വാർത്തകൾ. അതായത് ശരീരത്തെ മാക്സിമം പീഡിപ്പിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് സങ്കടപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കില്ല. അള്ളാഹു ഒരു സാഡിസ്റ്റ് ആണ് എന്ന് പറഞ്ഞാല് ആൾക്കാര് എന്നെ തന്തയ്ക്ക് വിളിക്കും. സാരമില്ല, എനിക്കിപ്പോ അത് ശീലമായി. നമ്മുടെ മക്കള് കുറച്ചു സമയം വിശന്നിരുന്നാല് നമുക്ക് എത്ര വിഷമം ഉണ്ടാവും. ഇത് തൊട്ടടുത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുങ്ങുന്നു. നമ്മൾ ഒരു 10, 15, 16 മണിക്കൂറത്തേക്ക് ഈ ഭക്ഷണം ഒന്ന് ഒഴിവാക്കി വെക്കുന്നു. എന്നിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുവാണ് വിഭവസമൃദ്ധമായ ഭക്ഷണം. നോമ്പ് വർഷത്തിൽ ഒരു മാസം മാത്രം കൊണ്ടു നടക്കുന്ന ഒരു ഭക്ഷണ മഹോത്സവം എന്നതല്ലാതെ എന്തെങ്കിലും ഒരു നന്മ ഈ സമൂഹത്തിനോ ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ ലഭിക്കുന്നോ എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഒരിക്കലുമില്ല. ആർക്കും ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, എമ്പാടും നഷ്ടങ്ങൾ വേറെയുണ്ട് താൻ. മറ്റു മാസങ്ങളെക്കാട്ടില് ഭക്ഷണത്തിന് ഭയങ്കര ചെലവ് കൂടുതലുള്ള മാസമാണ്. ഫ്രൂട്ട്സ് ഒക്കെ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് വില കൂടുന്ന ഒരു മാസം. അതായത് ഭക്ഷണത്തിന്റെ ഒരു ബമ്പർ ഉത്സവം നടക്കുന്നു എന്ന് പറയാം. ഭക്ഷണങ്ങൾ ഒരുപാട് പാഴായി പോകുന്ന, ദുർവ്യയം ചെയ്യപ്പെടുന്ന ഒരു മാസം. സമകാലീന സാഹചര്യത്തിലെ ആനുകാലിക സമൂഹത്തിന്റെ നോമ്പിന്റെ അവസ്ഥയാണിത്. 11 മാസം നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ചെലവാക്കുന്നതിനേക്കാൾ ഏറെ പണമാണ് ഈ ഒരു മാസം ഭക്ഷണത്തിന് വേണ്ടി മാത്രം മുസ്ലിങ്ങൾ ചെലവഴിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾ പോലും അവരുടെ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റുന്ന ഒരു മാസം കൂടിയാണിത്. കാരണം നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കത്തില്ല. സാധാരണഗതിയിൽ 50, 100, 150 അല്ലെങ്കിൽ 200 രൂപയുടെ മീനൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെങ്കിൽ ഇത് പറ്റത്തില്ല. അതോ തീറ്റ അധികവുമാണ്, ചെലവ് അതിലേറെ അധികമാണ്. കൊച്ചു വെളുപ്പാങ്കാലത്ത് മനുഷ്യൻ നല്ലതുപോലെ കണ്ണിൽ ഉറക്കം പിടിക്കുന്ന ഒരു സമയം, എഴുന്നേറ്റ് വാരി വലിച്ച് തിന്നാൻ മനുഷ്യന് പറ്റുമോ എന്ന് ചോദിക്കും. പിന്നെ ഇതൊക്കെ ഇവരെങ്ങോട്ടായി കയറ്റുന്നത്? ഭക്ഷണം തന്നെയാണ് ഇവരിതെല്ലാം തിന്നു മുടിക്കുന്നത്. എന്നിട്ട് വെളുപ്പാങ്കാലം മുതല് ബാങ്ക് വിളിക്കുന്നതും കാത്തിരിക്കും തീറ്റയൊന്ന് നിർത്താൻ, അതുവരെ തിന്നും. എന്നിട്ട് വൈകുന്നേരം വരെ ഒന്നും കഴിക്കാതെ വൈകിട്ട് വീണ്ടും മുൻകാല പ്രാബല്യത്തോടെ ഭക്ഷണം വാരി വലിച്ച് തിന്നുന്നു. ഇതുകൊണ്ട് ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ എന്തെങ്കിലും തരത്തിൽ നന്മയുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഭക്ഷണത്തിന് വകയില്ലാത്ത പട്ടിണി പാവങ്ങള് ഈ മാസവും എല്ലാ മാസം എന്നതുപോലെ തന്നെ പട്ടിണിയും പരിവട്ടവും വേദനയും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെയായി കഴിഞ്ഞു പോകുമെന്നതിലുപരി ഭക്ഷണത്തെ ഒരു ആചാരമായി ഉത്സവമായി കാണുന്ന ആളുകൾ എന്താണ് ഭക്ഷണം ഇല്ലാത്തവർക്ക് ഇതുകൊണ്ട് നൽകുന്നത്? അവരേതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ വെട്ടി വിഴുങ്ങും. അതല്ല ബൈജു, നമ്മുടെ നാട്ടില് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. മാതാപിതാക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. രോഗങ്ങള്, മരുന്നില്ലാതെ, അനാഥത്വം പേര്, അങ്ങനെ വ്യത്യസ്തമായ പ്രശ്നങ്ങളിൽ ഉഴറി ജീവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ അറിയാൻ നമ്മളും ആ സ്ഥിതിയിലേക്ക് ചെല്ലണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ വീടിന്റെ അടുത്ത് ഒരാള് പട്ടിണി കിടക്കുന്നു. അവരുടെ വേദന അറിയാൻ നമ്മൾ പട്ടിണി കിടക്കണ്ട, അവരുടെ പട്ടിണി മാറ്റണം. അങ്ങനെയാണ് നോമ്പ് എന്ന് പടച്ചവൻ പറഞ്ഞിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊക്കെ അതിനെ 2 കൈയും കൂട്ടി സ്വീകരിക്കുമായിരുന്നു. മാനവികതയുള്ള ഏതൊരു മനുഷ്യനും അത് സ്വീകരിക്കാനേ പറ്റൂ. നിങ്ങള് ഈ 30 ദിവസം നോമ്പ്, ശരി, ഒരു ദിവസം ഒരാളുടെ വെച്ച് വിശപ്പൊന്ന് അകറ്റ്, അങ്ങനെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ ശരി,
വിശക്കുന്നവനെ, ഭക്ഷണമില്ലാത്തവനെ, പട്ടിണി കിടക്കുന്നവനെ, ദരിദ്രവാസിയെ ഒക്കെ അന്വേഷിച്ച് മുസ്ലിങ്ങൾ നെട്ടോട്ടമോടുമായിരുന്നു. വിശപ്പിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കുറച്ച് സമയം വൈകിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും വിശപ്പ് എന്താണെന്ന്. ഇതൊരു സമയം പിന്നിട്ട് കഴിഞ്ഞാല് എല്ലാ വിധത്തിലുള്ള പഴവർഗ്ഗങ്ങൾ ഈ റമദാനില് നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ പോലും ഇല്ലാത്ത രൂപത്തിലുള്ള ഫ്രൂട്ട്സുകൾ ഇറങ്ങും. പൊരിച്ച കടികള്, പലഹാരങ്ങള്, എണ്ണ പലഹാരങ്ങളാണ് ഈ ഇറങ്ങുന്നതെല്ലാം. ഇതൊക്കെ അടങ്ങിയ തീന്മേശ മുഴുവനും വിഭവങ്ങള്. ഈ വിഭവ സമൃദ്ധമായ ആഹാരം തനിക്കു വേണ്ടി ഒരുക്കി വെച്ചിട്ട് പട്ടിണി കിടക്കുന്നത് ഭക്ഷണ മഹോത്സവമല്ലാതെ പിന്നെന്താ? അതിലെ ഇതെല്ലാം നമ്മൾ തിന്നു തീരുമോ? ഇല്ല, പകുതിയിലധികം വേസ്റ്റിലേക്കാണ് പോകുന്നത്. ഇങ്ങനെയാണോ നമ്മൾ വിശപ്പിന്റെ വേദന അറിയുന്നത്? അനാഥന്റെ വേദന അറിയാൻ നമ്മൾ മാതാപിതാക്കളെ കൊന്നു നോക്കത്തില്ല. മാറാരോഗിയുടെ വേദനകൾ അറിയാൻ നമ്മൾ മാറാരോഗികളാകണ്ട. തുണിയില്ലാത്തവന്റെ ബുദ്ധിമുട്ടറിയാൻ നമ്മൾ തുണിയില്ലാതെ ഓടി നടക്കണ്ട. കടബാധിതന്റെ, ഇങ്ങനെ എല്ലാ നിലകളിലും നമ്മൾ അനുഭവിച്ചറിയാനാണെങ്കിൽ നമ്മുടെ ഈ ഒരു മനുഷ്യ ജീവിതം മതിയാകത്തില്ല. സമൂഹത്തിലോ നമ്മുടെ ചുറ്റുപാടിലോ ഒക്കെ ഉള്ള ഒരാളുടെ പട്ടിണിയെങ്കിലും നമ്മൾ ഈ പട്ടിണി ഇരിക്കുന്നത് കൊണ്ട് ഇല്ലാതാകുന്നുണ്ടെങ്കിൽ ശരി, നമുക്ക് വിചാരിക്കാം, ഓക്കെയാണ്. ഇത് കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിട്ടും കുടിക്കാൻ വെള്ളം ഉണ്ടായിട്ടും ഒരാചാരത്തിന്റെ പേരില് അവര് ഏതാനും മണിക്കൂറത്തേക്ക് അത് ഒഴിവാക്കി വെക്കുന്നു. പിന്നീട് ഇരട്ടി വാരി വലിച്ച് തിന്നുന്നു. ഇതെന്തോ വലിയ ഒരു നന്മയായിട്ട് പാടി നടക്കാൻ കുറെ പാട്ടുകളും കഥകളും എഴുതിയുണ്ടാക്കുന്നു. ഈ നോമ്പ് കഴിയുമ്പോ എന്റെ 5 വയസ്സുള്ള മകള് 30 നോമ്പ് പിടിച്ചു, അവാർഡ്. ഈ കുട്ടിയെ പട്ടിണി കിട്ടതിന്റെ പേരിൽ ഇവന്റെയൊക്കെ പേരിൽ കേസ് എടുക്കുക ചെയ്യേണ്ടത്. കുഞ്ഞു കുറെ കരഞ്ഞു വൈകിട്ടായപ്പോഴേക്ക്. എന്നിട്ട് ഞാൻ ഭക്ഷണവും വെള്ളവും ഒന്നും കൊടുത്തില്ല, കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്ത് കുട്ടിയെ ഇങ്ങനെ പിടിച്ചു നിർത്തി. ഇങ്ങനെ പട്ടിണി ഇരുന്നാൽ പ്രസാദിക്കുന്ന ഒരു പടച്ചവനെ കാരുണ്യവാൻ എന്ന് പറയാൻ എന്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല. കാരണം ഈ പട്ടിണിയുടെ വേദനകൾ അറിയാനാണെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ എമ്പാടും നമ്മുടെ നാട്ടിലുണ്ട്. ഈ സമയത്ത് ഈ റമദാൻ കാലഘട്ടത്തില് മലപ്പുറം, കോഴിക്കോട് പ്രദേശങ്ങളില് തട്ടുകടകളില്ല, ഹോട്ടലുകളില്ല. അപ്പൊ എന്താ, അവരുടെ വേദന അറിയാൻ വേണ്ടിയിട്ടാ ഇത്. അവരും വേദന കിടന്നോട്ടെ എന്നറിയാനാ. നമ്മളിപ്പോൾ പന്നിമാംസം കഴിക്കില്ല, ശരി, കഴിക്കണവര് കഴിച്ചോട്ടെ എന്നല്ലേ ചിന്തിക്കേണ്ടത്. നമ്മൾ നോമ്പ് പിടിക്കുന്നു, ഓക്കെ. അതല്ലാതെ നോമ്പ് പിടിക്കേണ്ടാത്ത ആളുകൾ ഭക്ഷണം കഴിച്ചോട്ടെ. ബൈജുവിന് അറിയാമോ, ചേകനൂർ മൗലവി എന്നും പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹമാണ് 1960കളില് ഇസ്ലാമിലെ ഇത്തരം ആചാരങ്ങളെ എതിർക്കാൻ ധൈര്യം കാണിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ ചുവന്ന കുന്നിൽ കൊണ്ടുപോയി കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി കൊല്ലുകയാണ് ചെയ്തത് ഇവർ. അതില് ഏതാണ്ട് 13ഓ 15ാമത്തെയോ പ്രതിയാണ് AP കാന്തപുരം. വളരെ നിഗൂഢമായി രക്ഷപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് CBIയുടെ കുറ്റപത്രത്തിലൊക്കെ ഇയാളുണ്ട്. ഒരു VV ഹംസ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തെ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു വണ്ടിയിൽ കൊണ്ടുപോയിട്ട് കൊല്ലുകയായിരുന്നു. എന്താ കാര്യം? അദ്ദേഹം ചോദിച്ചു, പട്ടിണി ഇരുന്നാൽ പ്രസാദിക്കുന്ന പടച്ചോനോ? പടച്ചോ നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കല്ലേ? ഇങ്ങനെ അദ്ദേഹം ഈ നോമ്പ് കാലത്തു മാത്രം മലപ്പുറം, കോഴിക്കോട് അദ്ദേഹം ഹോട്ടലുകൾ തുറന്നു പകലുകളില്. അങ്ങനെ ഏത് കാലത്താണെന്ന് ആലോചിക്കണം. 1960കളിൽ അതിന് ഒരു ധൈര്യം കാണിച്ച മനുഷ്യനാണ് ചേകനൂർ മൗലവി. അപ്പൊ അദ്ദേഹത്തെ ഇവര് കൊന്നത് ഇവരുടെ ഇത്തരം പൗരോഹിത്യ രീതികളെ അദ്ദേഹം ചോദ്യം ചെയ്തതിന്റെ പേരിലാണ്. റമദാൻ മാസത്തിൽ മാത്രം പല കടകളും കത്തി വാടകയ്ക്ക് എടുത്തിട്ട് അദ്ദേഹം ആളുകളെ വെച്ചും അദ്ദേഹവും ഒക്കെ ഹോട്ടലുകൾ നടത്തിയിരുന്നു. അപ്പോ വിശപ്പിന്റെ വേദന അറിയാനാണ് നോമ്പെങ്കില് നമ്മൾ അറിഞ്ഞാ പോരെ. ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമാണ്. അപ്പോ ചിലപ്പോൾ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായ ഉറപ്പൊന്നുമില്ല, നോമ്പ് പിടിച്ചാൽ സ്വർഗം കിട്ടുമെന്നൊന്നും ഖുർആനിൽ ഇല്ല. അപ്പൊ ഇങ്ങനെ പട്ടിണി ഇരുന്ന് പ്രസാദിക്കുന്ന ആ പടച്ചവനെ ആരാധിക്കാൻ ഒരിക്കലും തലയ്ക്കകത്ത് ആളുതാമസമുള്ള ഒരാളും തയ്യാറാകത്തില്ല. ഒരു ദരിദ്രനായ രക്ഷിതാവ് പോലും തന്റെ മക്കളോട് എന്തായിരിക്കും പറയുന്നത്? അവർക്ക് സ്നേഹമുണ്ടെങ്കിൽ, അവരോട് സ്നേഹമുണ്ടെങ്കിൽ അവർക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുക്കാനാണ് ആ മാതാപിതാക്കൾ ശ്രമിക്കുക. തന്റെ മക്കള് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്
ഒരു രക്ഷിതാവിനും സഹിക്കാൻ പറ്റില്ല. നമ്മൾ ഉണ്ടിട്ടില്ലെങ്കിലും നമ്മുടെ മക്കൾ ഉണ്ണണം എന്ന് വിചാരിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഒരു കാരുണ്യവാനായ അള്ളാഹു തന്റെ സൃഷ്ടികളോട് നിങ്ങൾ പട്ടിണി കിടന്ന് വലിക്കണം, നിങ്ങൾ വലിച്ചു വലിച്ച് ചാവണം, എന്നാലേ ഞാൻ നിങ്ങളിൽ സംപ്രീതനാകാം. ഈ അള്ളാഹുവിന്റെ കാരുണ്യത്തെ ഇസ്ലാമില് നിൽക്കുമ്പോ തന്നെ എനിക്ക് ഒരുപാട് വിഷയങ്ങളിൽ സംശയം തോന്നിയിട്ടുണ്ട്.